രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണണ്ടേ. ഒന്ന്, ഇവിടെ ഡ്രൈ ഡേ നിർത്തലാക്കാൻ തീരുമാനിച്ചു. എന്നൊക്കെയാണ് ഡ്രൈ ഡേ? ഇവിടെ ഗാന്ധി ജയന്തി ദിനമടക്കം ക്രിസ്മസ് ദിവസമടക്കം വിഷുവിനും ഓണത്തിനുമാണ് ഡ്രൈ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസങ്ങൾ. അന്നുകൂടി മദ്യം വിൽക്കാൻ തീരുമാനിച്ച ആളുകൾക്ക് എന്ത് ധാർമ്മികത്വം ഉള്ളത്? അവരെന്ത് ധാർമ്മികതയെക്കുറിച്ചാണ് പറയുന്നത്? അപ്പോൾ ഡ്രൈ ഡേ മാറ്റാനായിട്ട് അവർ തീരുമാനമെടുക്കുന്നു. അതിനൊപ്പം തന്നെ പണപ്പിരിവ് നടത്തുന്നതിന് വേണ്ടിയുള്ള ശബ്ദലേഖനം പുറത്തു വന്നിരിക്കുന്നു. ആ രൂപത്തിൽ സത്യം പറഞ്ഞാൽ ഈ ശബ്ദരേഖ കൂടി വന്നതോടുകൂടി ഗവൺമെൻറ് കള്ളി ഇവിടെ വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ശബ്ദരേഖയിൽ നിന്ന് എന്താണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്? ഇതൊരു അഴിമതി എന്ന് തന്നെയാണ്. എന്താണ്? പച്ചയായ അഴിമതിയാണല്ലോ. 2.5 ലക്ഷം രൂപയെന്നല്ലേ ഈ ശബ്ദരേഖയിൽ തന്നെ കേൾക്കുന്നത്. അത് സത്യമാണ് എന്ന് വരികിൽ എത്രയോ രൂക്ഷമാണ്. കേരളത്തിൽ എത്രയോ ബാർ ഉടമകളുണ്ട്, 1000-ന് അപ്പുറത്തുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കൊടുത്തതാണ് 99% ബാറുകളും. ആ ബാറുകളുടെ കയ്യിൽ നിന്നാണ് ഇത് മേടിക്കണമെന്ന് പറഞ്ഞത്. എല്ലാം കൂടി വന്നാൽ എത്ര വരുമെന്ന് എല്ലാവർക്കും അറിയില്ലേ? കോടാനുകോടി രൂപയുടെ വലിയ തട്ടിപ്പും അഴിമതിയുമാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു ശബ്ദരേഖയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് താങ്കൾ വിചാരിക്കുന്നത്? സ്വാഭാവികമായിട്ടും വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് മൂടി വെച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ ഒരംശം പുറത്ത് വന്നത്? അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളത് കൂടി പുറത്തു വരും. പുറത്തു വരുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ ആരാണ് എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ തെളിയും. ഇതൊരു സർക്കാർ ഒന്നാകെയുള്ള ഒരു അഴിമതിയാണോ, അതോ വേറെ എന്തെങ്കിലും മന്ത്രിമാർക്ക് മാത്രം ചുരുങ്ങുന്നതാണോ? എന്താണ് താങ്കൾ അതിൽ വിചാരിക്കുന്നത്? അത് വിശദാംശങ്ങളിലോട്ട് വരട്ടെ. അങ്ങനെ ഒരു വ്യക്തിക്ക് അത് ചെയ്യാനുള്ള ധൈര്യമൊന്നും കേരളത്തിലില്ല. അപ്പോൾ ആരൊക്കെ അതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഇനിയും വരും. ഇതൊരു ചെറിയ നടപടി കൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് പോകും. അതെല്ലാം പുറത്തു വരട്ടെ. ഈ അപ്പോഴും ബാർ കേസിൽ UDF സർക്കാരിനെ കുറിച്ച് ഉള്ള മറു ആരോപണമായിരിക്കും ഇവർ ഉന്നയിക്കുക സ്വാഭാവികമായിട്ടും. എന്താക്ഷേപമാണ് അത്? UDF ഒരു കക്ഷിയെക്കുറിച്ചാണ് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപം പറയാനൊന്നും തയ്യാറാകുന്നില്ല. പക്ഷേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആ മറ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകാം എന്ന് കരുതുകയും വേണ്ട. അല്ല, അതിന് കോൺഗ്രസിന് എന്തായാലും അക്കാര്യത്തിൽ കഴിഞ്ഞ ബാർ ആരോപണത്തിലും കോൺഗ്രസിന് ഒരു തരത്തിലുള്ള പങ്കുമില്ല. കോൺഗ്രസ് സംശയത്തിന്റെ പോലും നിഴലല്ല എന്ന് തന്നെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ. അത് കോടതി വിധികളെല്ലാം വന്നു കഴിഞ്ഞല്ലോ. അത് കോടതിയിൽ ഡിസ്കസ് ചെയ്തു, കോടതി തീർപ്പ് കൽപ്പിച്ചു, ഒരു ഫൈനാലിറ്റി എത്തി. ഇനിയിപ്പോൾ എന്തിനാണ് നമ്മൾ കുത്തിപ്പൊക്കാൻ പോകുന്നത്? അതവിടെ കൊണ്ട് അവസാനിച്ചു. ഇവിടെ അതിൻ്റെ പേര് പറഞ്ഞ പുതിയ ബാർ അഴിമതി നടത്താൻ ശ്രമിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതൊരു പാർട്ടി അഴിമതി എന്ന നിലയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടോ? ഒരു പാർട്ടി ഒന്നാകെ എന്താണ് താങ്കളുടെ ഒരു അക്കാര്യത്തിൽ? ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം പാർട്ടി ആയാലും അഴിമതിയല്ലേ, വ്യക്തി ആയാലും അഴിമതിയല്ലേ. ആരാ കാശ് മേടിച്ചെന്നുള്ളതല്ലേ പ്രശ്നമുള്ളൂ. ആ കാശ് മേടിച്ച ആളുകൾ പുറത്തു വരട്ടെ. ഈ ഡ്രൈ ഡേ മാറ്റുക എന്നുള്ളത് അംഗീകരിക്കില്ല UDF എന്തായാലും, അല്ലേ? ഡ്രൈ ഡേ മാറ്റാനായിട്ട് അവർ തീരുമാനിക്കും. ഗാന്ധി ജയന്തി ദിനത്തിൽ പോലും മദ്യം വിൽക്കാൻ തീരുമാനമെടുത്ത ആളുകളെ എങ്ങനെ ഞങ്ങളെ നിർബന്ധിക്കാൻ പറ്റും? ഞങ്ങളുടെ അത് അംഗീകരിക്കണമെന്ന് പറയാൻ പറ്റും? അതുള്ള ധൈര്യം അവർക്കുണ്ടോ? ഞങ്ങളൊന്നും അംഗീകരിക്കില്ല. എന്തായാലും അതാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട്. മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും വലിയ അഴിമതിയുടെ നിഴലിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു എന്നാണ് അദ്ദേഹം ഫലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും കൂടുതൽ തെളിവുകൾ, കാര്യങ്ങൾ പുറത്തു വരുമെന്നും അദ്ദേഹം പറയുകയാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18.